ഹായ്! ആറിൻ്റെ തീരത്ത് മീൻ പിടിക്കാൻ വന്നതൊന്നുമല്ല കേട്ടോ. വൈകുന്നേരങ്ങൾ ആസ്വാദകരമാക്കാനായിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്പോട്ട് പരിചയപ്പെടുത്താൻ വന്നതാണേ. കോട്ടയത്തിൻ്റെ സ്വന്തം തണലോരം. ഇത് മീനച്ചിലാറിൻ്റെ തീരത്തുള്ളൊരു പ്ലേസ് ആട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ തണലോരം. ഇവിടെ ധാരാളം ഊഞ്ഞാലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. തണലോരത്തിൻ്റെ എൻട്രിയിലേക്കുള്ള ഭാഗത്താണ് ഈ രണ്ട് ഊഞ്ഞാല കേട്ടോ. ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഉള്ളിൽ എന്താ കാഴ്ചയെന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തേക്ക് പോകാം. ഒരുപാട് മുളങ്കൂട്ടങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. കുറേ സ്ഥലത്ത് മുളങ്കൂട്ടങ്ങൾ മാത്രമാണ്. പിന്നെ ഏറുമാടമുണ്ട്, ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നമുക്ക് വന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് വന്നാൽ ഇവിടെ ഒരു തണലുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ തണലോരം എന്നുള്ള ഈ പേര് കിട്ടിയത്. ആ തണലും തണുപ്പും തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ മുളങ്കൂട്ടത്തിനുള്ളിലും മുള കൊണ്ടുള്ള ഊഞ്ഞാലും അതല്ലാതെ ഒരുപാട് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്പേസ് തന്നെയുണ്ട്. ഇരിക്കാനുള്ള മുള കൊണ്ടുള്ള ബെഞ്ചും പിന്നെ ഈ സൈഡിലൂടെ മീനച്ചിലാർ ഒഴുകുന്നുണ്ട്. അപ്പം നല്ലൊരു കാറ്റും തണലും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയം യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഇനി ഈ പ്ലേസ് മിസ് ചെയ്യരുത് കേട്ടോ. കോട്ടയത്ത് നിന്ന് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് വഴി പൂവത്തുമൂട് പാലത്തിന് സമീപം എത്തിയിട്ട് അവിടുന്ന് കാക്കത്തോട് ഭാഗത്തേക്കുള്ള റോഡിലൂടെ കുറച്ച് സഞ്ചരിച്ചാൽ ഈ തണലോരം എന്ന് പറയുന്ന ഈവനിങ് സ്പോട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കരിക്കും കരിമ്പും ജ്യൂസൊക്കെ കുടിച്ച് ഇന്നത്തെ യാത്രയോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണേ. അപ്പോൾ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യാതെ കോട്ടയം യാത്രയിൽ ഉൾപ്പെടുത്താൻ മറക്കില്ല കേട്ടോ. അടുത്തൊരു ട്രിപ്പ്